ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സിൻ്റെ ഓണപ്പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എക്സാമിന് മുമ്പായിട്ട് ഈ ചോദ്യപേപ്പർ ഒന്ന് ആൻസർ ചെയ്തിട്ട് ഒന്ന് പഠിച്ചിട്ട് പോകാം. നിങ്ങൾക്ക് അത് എക്സാമിന് ഒരുപാട് ഉപയോഗപ്പെടും. കാരണം ഇതേപോലത്തെ ചോദ്യങ്ങളായിരിക്കും നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ മാത്സ് എക്സാമിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആകെ ഉള്ളത് 5 ആക്ടിവിറ്റീസ് ആണ്. 5 ആക്ടിവിറ്റീസിൽ ആക്ടിവിറ്റി 3ക്കും ആക്ടിവിറ്റി 5ക്കും എ ബി ഇവിടെ 2 സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ എയോ അല്ലെങ്കിൽ ബിയോ ചെയ്താൽ മതി. ഒന്നാമത്തെ രണ്ടാമത്തെ പ്രവർത്തനങ്ങൾ കമ്പൽസറി ആയിട്ട് 4ാമത്തെ പ്രവർത്തനം ചെയ്യണം. ആ 3 പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ ടൈം പറയുന്നത് 2 hours 15 minutes, 2 മണിക്കൂറും 15 മിനിറ്റുമാണ്. ആദ്യത്തെ 15 മിനിറ്റ് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ചോദ്യങ്ങളൊക്കെ വായിക്കാനുള്ള സമയമാണ് ആദ്യത്തെ 15 മിനിറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ആക്ടിവിറ്റി 1 എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. ഇവിടെ കുറച്ച് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ, കുറച്ച് ഷേപ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എ ചോദ്യം എന്താണ്? കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഷേപ്സ് ഫ്രം ദ ഫിഗർ. അതായത് ഇവിടെ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ ഉണ്ട്. ഈ ചിത്രം നോക്കിയിട്ട് എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്, എത്ര ട്രയാങ്കിൾ ഉണ്ട്, എത്ര സർക്കിൾ ഉണ്ടെന്ന് ഇവിടെ എഴുതുക. ഈ നമ്പർ എന്ന് കാണുന്ന കോളം കണ്ടില്ലേ, ഇവിടെയാണ് എഴുതേണ്ടത് കേട്ടോ, ഉത്തരം എഴുതേണ്ടത്. അടുത്തത് ബി ചോദ്യം ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ശേഷം വരുന്ന അടുത്ത ചിത്രം ഏതായിരിക്കും? ഇത് തുടർച്ചയായി വരുന്ന അടുത്ത ചിത്രം ഏതാണ്, അത് വരയ്ക്കുക. അപ്പൊ പിക്ചർ പാറ്റേൺ ഷേപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം എക്സാമിന് ഉറപ്പായിട്ടും വരും, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുക. അതേപോലെ പിക്ചർ പാറ്റേൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത് അതേപോലെ തന്നെ വാട്ട് ഇൻ നെക്സ്റ്റ്, അടുത്തതായി വരാൻ പോകുന്ന ഇവിടെ വരുന്ന ചിത്രം ഏതായിരിക്കും? അത് ഇവിടെ ഏതാണെന്ന് വെച്ചാൽ അത് ടിക്ക് ഇട്ടാൽ മതി. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ഇൻ ദ സൂ. Friends came to visit the zoo. The numbers on the entry ticket are given below. അതായത് കുറച്ച് കൂട്ടുകാർ എന്ത് ചെയ്യാണ്? സൂ കാണാൻ പോയിരിക്കുകയാണ്. അതിൽ 3 ബസ്സിലായിട്ടാണ് കുട്ടികൾ പോയിരിക്കുന്നത്. ബസ് 1 കുട്ടികൾ എൻട്രി ടിക്കറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രം 438 to 490. ബസ് 2 from 500 to 553. ബസ് 3 from 599 to 608. അതിൽ എ ചോദ്യം ഹൗ മെനി സ്റ്റുഡൻസ് കെയിം ഇൻ ബസ് 1. അതായത് ബസ് 1 എത്ര കുട്ടികൾ വന്നു? അതായത് 438 തൊട്ട് 490 വരെ നോക്കുമ്പോൾ എത്ര കുട്ടികളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. അവരുടെ എൻട്രി ടിക്കറ്റിന്റെ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബസ്സിൽ എത്ര കുട്ടികൾ വന്നു എന്നതാണ്. ഇതിൽ ശരിയായിട്ടുള്ള ഇതെങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ടിക്ക് ഇട്ടാൽ മതി. അടുത്ത ബി ചോദ്യം ഇൻ വിച്ച് ബസ് ഡിഡ് ദ മോസ്റ്റ് സ്റ്റുഡൻസ് കം. ഇതിൽ ഏത് ബസ്സിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നിരിക്കുന്നത്? അപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ബസ് 1ലെയും ബസ് 2ലെയും ബസ് 3ലെയും കുട്ടികളുടെ എണ്ണം കണ്ടെത്തുക. എത്ര കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുക. ഏത് ബസ്സിലാണ് കുട്ടികൾ കൂടുതൽ വന്നിരിക്കുന്നത്, ആ ബസ്സിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ബസ് 1 ആണോ ബസ് 1, ബസ് 2 ആണെങ്കിൽ 2, ബസ് 3 ആണെങ്കിൽ ബസ് 3 എന്ന് എഴുതുക. സി ചോദ്യം find the total number of students came in all the 3 buses. ഈ 3 ബസ്സിലുമായിട്ട് വന്ന ടോട്ടൽ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണമാണ് എഴുതേണ്ടത്. അപ്പൊ ഈ 3 ബസ്സിലും കുട്ടികളുടെ എണ്ണം കണ്ടെത്തിയില്ലേ നമ്മൾ ബി ചോദ്യത്തിൽ? ഇനി എന്ത് ചെയ്യാം? 3 സംഖ്യകൾ കൂടെ കൂട്ടുക, പ്ലസ് ചെയ്യുക. അപ്പൊ നമുക്ക് സി ചോദ്യത്തിന് ഉത്തരം കിട്ടും. അടുത്തത് ആക്ടിവിറ്റി 3ന്റെ എ സെക്ഷൻ ആണ്. ഇത് എയും ഉണ്ട് ബിയും ഉണ്ട് കേട്ടോ. എ എന്താ പറയണത്? thousands and thousands. 1000 rupees should be paid to the auto driver who takes children to school. The number of notes given by each child is 5. The value of some notes are given. Write the value of the remaining notes. അതായത് നമ്മുടെ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവിടുന്ന ഓട്ടോ ചേട്ടനെ കൊടുക്കുന്നത് 1000 രൂപയാണ് മാസം കൊടുക്കുക. അപ്പൊ 3 കുട്ടികൾ എങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന കാശ്? 5 നോട്ട് വീതമാണ് 1000 രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ബാക്കി നോട്ടുകൾ ഏതൊക്കെയായിരിക്കും എന്നാണ് എഴുതേണ്ടത്. ഈശാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു 200 രൂപയുടെ നോട്ടും അങ്ങനെ 5 ഡിഫറെന്റ് ആയിട്ടുള്ള നോട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതൊക്കെ നോട്ടായിരിക്കും ഉണ്ടാവുക? അത് ആ നോട്ട് ഇപ്പൊ 200, അപ്പൊ നമ്മൾ നോട്ടിന്റെ പേരാണ് എഴുതാൻ പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ കയറിയിട്ട് 51 12 എഴുതരുത്. നോട്ടുകൾ ഏതൊക്കെയാണുള്ളത് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞതല്ലേ ഏതൊക്കെയാണ് നമ്മൾ കറൻസി ഉള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അറിയില്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ റിയ കൊണ്ടുവന്നിരിക്കുന്ന ഒരു 500 രൂപയുടെ നോട്ട് ഉണ്ട്, പിന്നെ വേറെ 4 നോട്ടുകളുണ്ട്. ഐവൻ കൊണ്ടുവന്നിരിക്കുന്നത് 100 രൂപയുടെ ഒരു നോട്ടും പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ 4 നോട്ടും. ഇതെല്ലാം കൂടെ ഈ ഇഷാൻ കൊണ്ടുവന്ന 5 നോട്ടും കൂട്ടുമ്പോഴും 1000 കിട്ടണം. റിയ കൊണ്ടുവന്നിട്ടുള്ള ഈ 5 നോട്ട് കൂട്ടുമ്പോഴും 1000 തന്നെ കിട്ടണം, 1000 കിട്ടണം ആൻസർ. ഐവൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ 5 നോട്ടുകൾ കൂടെ പ്ലസ് ചെയ്യുന്ന സമയത്ത് ആൻസർ എന്ത് കിട്ടണം? 1000. ബി ചോദ്യം മിഷ brought a 500 rupee note and some
10 rupee notes. Put a tick mark on the total number of notes she brought. മിഷ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 500 രൂപയുടെ ഒരു നോട്ടും 10 രൂപയുടെ കുറച്ച് നോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ടോട്ടൽ എത്രയാണ്? 1000 രൂപയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവൾ എത്ര എണ്ണം എത്ര നോട്ടുകളാണ് അവൾ കൊണ്ടുവന്നത്? ഏതൊക്കെ നോട്ട് എന്നല്ല, എത്ര എണ്ണമാണ് ചോദിക്കുന്നത്. 500 രൂപയുടെ ഒരു നോട്ട്. അപ്പൊ എന്തായി? 500 രൂപ അല്ലെ? 500 ആയി. ബാലൻസ് 1000ന്റെ 500 കുറച്ചു കഴിഞ്ഞാൽ മൈനസ് ചെയ്ത ബാക്കി എത്രയുള്ളത്? 500 രൂപ അല്ലേ? അപ്പൊ ആ 500 രൂപ 10 രൂപ വെച്ച് അങ്ങനെ എത്ര 10 രൂപ ചേരുന്നതാണ് 500 രൂപ? 50 അല്ലെ? 50 10 rupees ചേരുന്നതാണ് 500. അപ്പൊ എന്താണ്? 50 10 രൂപയും ഒരു 500ഉം. അപ്പൊ എത്ര ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ്? 50 plus 1 51. അടുത്ത സി ചോദ്യം. There are 2 notes each of 5 10 20 and 50 in a box. What is the smallest amount that can be made by taking 3 notes from this? അപ്പോ എന്തുണ്ട്? There are 2 notes each. അതായത് 2 നോട്ടുകൾ വീതം 5ന്റെയും 10ന്റെയും 20ന്റെയും 50ന്റെയും നോട്ടുകൾ 2 എണ്ണം വീതം ഒരു ബോക്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ what is the smallest amount that can be made by taking 3 notes from this? അതിൽ നിന്ന് 3 നോട്ടുകൾ എടുത്താൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്നാണ് എഴുതേണ്ടത്. അടുത്തത് ബി ആക്ടിവിറ്റി 3 ബി സെക്ഷൻ ആണ്. കാർഡ് ഗെയിം ആണ്. കുറച്ച് കാർഡുകളാണ് ചിത്രത്തിൽ കാണുന്നത്. മനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് കാർഡ്സ്. മനു അവന്റെ കൂട്ടുകാരും കൂടെ കാർഡ് കളിക്കുകയാണ്. ഈച്ച് വൺ ക്യാൻ ടേക്ക് 3 cards വിത്ത് ഐസ് ക്ലോസ്ഡ്. അപ്പൊ എല്ലാവരും എങ്ങനെ കളിക്കുന്നത്? 3 കാർഡ് വീതം എടുക്കുക. കണ്ണ് പൊത്തിയിട്ട് 3 കാർഡ് വീതം എടുക്കുക. ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ കാർഡ് ടേക്കൺ ഈസ് ദ പോയിന്റ് ഓബ്റ്റെയിൻ. അങ്ങനെ എടുക്കുന്ന 3 കാർഡുകൾ കൂടെ കൂട്ടി കിട്ടുന്ന സംഖ്യ നമ്പറാണ് അവർക്ക് കിട്ടിയ ടോട്ടൽ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. മനുവിന് കിട്ടിയ കാർഡുകൾ ഏതൊക്കെയാണ്? 200 110 165. അപ്പൊ ഇത് 3 കൂടെ ആഡ് ചെയ്യുക. അതാണ് ഇവിടുത്തെ ടോട്ടൽ പോയിന്റ്. സാമിന് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ 360 ആണ്. അപ്പൊ 100 ഉണ്ട് 150 ഉണ്ട്. അപ്പൊ ഇവിടുത്തെ നമ്പർ എത്രയായിരിക്കും? എങ്ങനെ കണ്ടെത്താം? ആദ്യം 100ഉം 150 കൂടെ പ്ലസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യാം? 360 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ സംഖ്യ കിട്ടും. അടുത്തത് അനയ്യക്ക് 440 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു 100ന്റെ ഒരു കാർഡാണെങ്കിൽ ബാക്കി 2 കാർഡുകൾ ഏതൊക്കെയാണ്? അടുത്തത് ബി ചോദ്യം. ഫൈൻഡ് 4 നമ്പർ കാർഡ്സ് ടു ഗെറ്റ് ദ സം 1000. ഇതിൽ നിന്ന് ഈ കാർഡുകളിൽ നിന്ന് ഏതെങ്കിലും 4 കാർഡ് എടുക്കുക. ആ 4 കാർഡും കൂടെ പ്ലസ് ചെയ്യുന്ന സമയത്ത് ഉത്തരം എന്ത് കിട്ടണം? 1000 കിട്ടണം. അടുത്തത് 4ാമത്തെ ആക്ടിവിറ്റി 4 ടൂർ. Each student has to pay 625 rupee for the study tour. Manu and his friends paid 625 rupee in different ways. Write the notes given by them. ഇത് കുറച്ച് ചെറുതായി പോയിരിക്കുകയാണ് കേട്ടോ. അതായത് ഇവിടെ നടുക്ക് ഉള്ളത് സംഖ്യ നമ്പർ 625 എങ്ങനെ ഡിഫറെന്റ് വേയിൽ നമുക്ക് എഴുതാൻ പറ്റും? അതായത് എങ്ങനെയൊക്കെ എഴുതിക്കുന്നത്? ഇവിടെ മൊത്തം ₹1. അതായത് എത്ര എത്ര വൺ ആക്കുക? നമ്മൾ 625 ഫുള്ളായിട്ട് 1 rupee ആക്കുകയാണെങ്കിൽ എത്ര വൺസ് ഉണ്ടാവും? അതാണ് ഇവിടെ എഴുതേണ്ടത്. ഫസ്റ്റ് ഇതിൽ എഴുതേണ്ടത്. അതേപോലെ ഇവിടെ എന്താണ്? 5 rupee 100 രൂപയുടെ 5 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 10 രൂപയുടെ എത്രണ്ണം 1 രൂപയുടെ എത്രണ്ണം അതാണ് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ ഇവിടെ 100 rupee എത്രണ്ണം എത്ര 10 എത്ര 1 ചേരുന്നതാണ് 625. അവിടെ 62 എന്താ 62 tens ആണോ 100 ആണോ 5 ones ആണോ 10s ആണോ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അതേപോലെ ഇവിടെ 100ഉം 1 മാത്രമാണ്. 10 ഇല്ലെങ്കിൽ ഇവിടെ എത്ര 100 ഉണ്ടാവും എത്ര 1 ഉണ്ടാവും? 625 ആക്കാൻ. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ ഏതെങ്കിലും 3 digit നമ്പർ തന്നിട്ട് അതിനെ ഡിഫറെന്റ് വേയിൽ എഴുതാൻ പറയും എക്സാമിന്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് activity 5A സെക്ഷനിൽ let's find the number. The table show the number of students in 2 schools in a പഞ്ചായത്ത്. ഒരു പഞ്ചായത്തിലുള്ള 2 സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ A ചോദ്യം find the total number of students in each school. 2 സ്കൂളിലെയും കുട്ടികളുടെ എണ്ണം കണ്ടെത്തണം. ആദ്യം ടോട്ടൽ കണ്ടില്ലേ? ടോട്ടൽ കണ്ടെത്താൻ എന്ത് ചെയ്യണം? സ്കൂൾ 1 ഈ കാണുന്ന 4 ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം തമ്മിൽ കൂട്ടുക. ഇവിടെ ആൻസർ എഴുതുക. സ്കൂൾ 2ലെയും എന്ത് ചെയ്യുക? ഈ 4 നമ്പേഴ്സ് കൂടെ കൂട്ടുക. ഇവിടെ ഉത്തരം എഴുതുക. അടുത്ത ബി ചോദ്യം when some students from school 2 join school 1 the number of students in both schools become equal. How many students moved in school 1? Put tick mark on the correct answer. അതായത് സ്കൂൾ 2ലെ കുറച്ച് കുട്ടികൾ സ്കൂൾ 1ലേക്ക് ജോയിൻ ചെയ്താൽ 2 സ്കൂളിലെ കുട്ടികളുടെ എണ്ണം ഈക്വൽ ആയി തുല്യമായി. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികളായിരിക്കും സ്കൂൾ 2ൽ നിന്നും സ്കൂൾ 1ലേക്ക് ജോയിൻ ചെയ്തത്? എന്ത് ചെയ്യണം? അത് എന്താ ചെയ്യേണ്ടത്? ആദ്യം ടോട്ടൽ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ അല്ലേ? അടുത്തത് ആക്ടിവിറ്റി 5 ബി ഫ്രൂട്ട് ഷോ.
Manu's father has 2 fruit shops in the town. Manuവിന്റെ അച്ഛന് ടൗണിൽ 2 ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്. The details of the sales of banana during Onam is given below. അപ്പോൾ ഓണത്തിന് ബനാന വിറ്റഴിച്ചത് എത്രയാണ് എന്നുള്ള കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡേ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തേർഡ് ഡേ ഷോപ്പ് 1 ഷോപ്പ് 2. ഫസ്റ്റ് ഡേയിൽ ഷോപ്പ് 1 ഫസ്റ്റ് ഡേയിൽ 212 kg, സെക്കൻഡ് ഡേയിൽ 177 kg, തേർഡ് ഡേയിൽ 208 kg. ഷോപ്പ് 2 175 kg, 215 kg, 217 kg. ചോദ്യം ഫൈൻഡ് ദ ടോട്ടൽ സെയിൽസ് ഈച്ച് ഡേ. ഓരോ ദിവസം വിറ്റ് എത്ര ബനാനയാണ് അതിന്റെ ടോട്ടൽ ആണ് കണ്ടെത്തുക. ടോട്ടൽ സെയിൽസ്. ഇപ്പൊ ഫസ്റ്റ് ഡേ ആണെങ്കിലോ ഫസ്റ്റ് ഡേ എങ്ങനെയാണ് കണ്ടെത്തുക? 212 പ്ലസ് 175 ചെയ്യുമ്പോൾ ഇവിടുത്തെ ആൻസർ കിട്ടും. സെക്കൻഡ് ഡേ കണ്ടെത്താൻ 177 പ്ലസ് 215 ചെയ്യുമ്പോൾ സെക്കൻഡ് ഡേ. തേർഡ് ഡേ കണ്ടെത്താൻ 208 പ്ലസ് 207 തേർഡ് ഡേ. The most sale was on which day? അതായത് ഇതിൽ ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ ബനാന വിറ്റത്? അപ്പൊ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണോ ആ ദിവസം ഏതാണ്? തേർഡ് ഡേ ആണെങ്കിൽ തേർഡ് എന്ന് ഇവിടെ എഴുതണം, സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ്, ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ആണ് എഴുതേണ്ടത്. അടുത്ത ബി ചോദ്യം how many kilograms of banana were sold in the first shop in 3 days? Put tick on the correct answer. അതായത് ഷോപ്പ് 1 മൊത്തം 3 ദിവസത്തിലും കൂടെ എത്ര ബനാന വിറ്റു? അപ്പൊ എന്ത് ചെയ്യണം? ഈ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ടാണ് ഉത്തരം ടിക്ക് ചെയ്യേണ്ടത്. സി ചോദ്യം which shop sold more banana in 3 days? ഇതിൽ ഏത് ഷോപ്പാണ് 3 ദിവസത്തെയും കൂടെ കൂട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബനാന വിറ്റത്? അപ്പൊ അതേപോലെ ഷോപ്പ് 2 ടോട്ടൽ കാണുക. 175 പ്ലസ് 215 പ്ലസ് 217. അപ്പൊ രണ്ടിന്റെ ടോട്ടൽ കണ്ടതിന് ശേഷം ഏതിലാണോ കൂടുതൽ ഉള്ളത് ആ ഷോപ്പ് 1 ആണെങ്കിൽ ഷോപ്പ് 1 എഴുതുക, ഷോപ്പ് 2 ആണെങ്കിൽ ഷോപ്പ് 2 എന്ന് എഴുതുക. അപ്പൊ 5 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എക്സാം മുമ്പായിട്ട് എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കണ്ടു നോക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് പിന്നെയും എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.